കൂട്ടുകാരെ, സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെ സുധിക്ക് ബിസിനസ് ചെയ്യാനുള്ള പണത്തിന് വേണ്ടിയിട്ട് ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട്. അത് കേട്ട ഉടനെ ചന്ദ്രമതി അവനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എടാ നീ എന്ത് കാര്യത്തിനാടാ എന്നോട് പണം ചോദിക്കുന്നത്? ഈ ചോദിച്ച ഉടനെ ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ? നിന്റെ ഭാര്യയുടെ അച്ഛൻ മലേഷ്യയിൽ വലിയ ബിസിനസ്സുകാരനല്ലേ? നീ അവളോട് പറ അച്ഛനോടുള്ള പിണക്കമൊക്കെ മാറ്റിയിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് പണം ചോദിച്ചു വാങ്ങാൻ. അയ്യോ അമ്മേ, ഞാനത് ശ്രുതിയോട് പറയാഞ്ഞിട്ടല്ല, എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാണെന്നറിയോ? പക്ഷെ അവൾ അത് കേട്ട ഭാവം പോലും നടക്കുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ അതെന്താടാ, നിന്റെ ഭാര്യ നീ പറഞ്ഞാൽ അനുസരിക്കില്ലേ എന്ന് ചോദിക്കും. അവളോട് കുറച്ച് പണം ബിസിനസ് ആവശ്യങ്ങൾക്കാണെന്നും പറഞ്ഞ് ചോദിക്കാൻ പറയേ. ഈ വലിയ ബിസിനസ്സുകാരനായാൽ അവൾക്ക് തന്നെയല്ലേ അതിന്റെ നേട്ടം എന്നെല്ലാം ചന്ദ്രമതി വീണ്ടും പറയുമ്പോൾ അമ്മേ, അമ്മ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷെ അവളോട് ഇനിയും പണം ചോദിക്കാൻ പറ്റില്ല. അതെന്താടാ ചോദിച്ചാലേ? നിന്റെ ഭാര്യയുടെ അച്ഛൻ മലേഷ്യയിൽ തന്നെയല്ലേ? ഇനി അവൾ കള്ളം പറഞ്ഞതാണോ? എനിക്കിപ്പോ സംശയമായി എന്നൊക്കെ പറയുമ്പോ അയ്യോ അമ്മേ, അതൊക്കെ അങ്ങനെ തന്നെയാ, പക്ഷെ ഇപ്പൊ അച്ഛനോട് ചോദിക്കാൻ പറ്റില്ലെന്നാണ് അവൾ പറയുന്നത്. തൽക്കാലത്തേക്ക് ഇവിടുത്തെ ആധാരം ഒന്നും പണയം വെക്കാൻ തന്നിരുന്നെങ്കിൽ നന്നായേനെന്നൊക്കെ സുധി പറയുമ്പോ അയ്യോ അത് നടക്കില്ല സുധി, നിന്റെ അച്ഛൻ അറിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാവാൻ പോകുന്നതെന്നറിയോ? അച്ഛൻ തൽക്കാലം അറിയണ്ടെന്ന് വെച്ചാൽ പോരെന്ന് ചോദിക്കുമ്പോ അച്ഛൻ അറിയാതെ ഒന്നും നടക്കില്ല സുധി. സത്യം പറഞ്ഞാൽ ഈ വീടിന്റെ ആധാരം പോലും ഇപ്പൊ എവിടെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, രവിയേട്ടൻ സമ്മതിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി രവിയേട്ടനോട് ചോദിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ചന്ദ്രമതി കാര്യം പറയണതും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഒരിക്കലും അത് നടക്കില്ല ചന്ദ്രേ, അവനോട് നീ പറഞ്ഞേക്ക്, ആ ഒരു സ്വത്തിനൊന്നും അവനക്കൊരിക്കലും അവകാശമില്ലെന്ന്. എന്റെ 55 ലക്ഷം രൂപ തന്നെ ചുമ്മാ കൊണ്ടുപോയി കളഞ്ഞവനാണ് അവൻ. ഇനി അവനൊരു നയ പൈസ എൻ്റെ കയ്യിൽ നിന്നും കിട്ടില്ല. അതിനുവേണ്ടി അമ്മയും മകനും എടുത്തു വെച്ച വെള്ളം അങ്ങ് മാറ്റി വെച്ചേക്കെന്ന് പറയുകയാണ് രവീന്ദ്രൻ. എൻ്റെ കയ്യിൽ നിന്നും ഇനി 1 രൂപ പോലും കിട്ടില്ല. മാത്രമല്ല ഇനി ഈ വീടിന്റെ ആധാരം പണയം വെക്കാനും ഞാൻ തരില്ല. ഇനി പണ്ടത്തെ പോലെ ആരും അറിയാതെ നീ ആ ആധാരം എടുത്തു കൊണ്ടുപോയി പണയം വെച്ചാൽ ഈ രവീന്ദ്രൻ ആരാണെന്ന് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം എല്ലാം ചന്ദ്രമതിയോട് പറയുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ. അങ്ങനെ സുധിയും ചന്ദ്രമതിയും വളരെയധികം നിരാശയിലായിരിക്കും. സുധിയുടെ നിരാശ കണ്ടിട്ട് ചന്ദ്രമതി ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, മോളെ നീ തൽക്കാലം അച്ഛനോട് പറഞ്ഞ് കുറച്ച് പണം വാങ്ങിച്ചു കൊടുക്കുക. കടമായിട്ട് വാങ്ങിച്ചു കൊടുത്താൽ മതി. ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന ലാഭം കൊണ്ട് അവൻ അത് വർഷാവർഷം തിരിച്ചടച്ചോളും. ഇവൻ വലിയ ബിസിനസ്സുകാരനായാൽ അതിന്റെ നേട്ടം മോൾക്കു കൂടിയല്ലേ? അയ്യോ അമ്മേ, ഞാൻ എങ്ങനെയാ ഈ ഒരു അവസ്ഥയിൽ അച്ഛനോട് അത്രയും വലിയൊരു തുക ചോദിക്കുന്നത്? ഇത് മാത്രമല്ല അച്ഛൻ എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ബിസിനസ്സിലൊന്നും വലിയ മെച്ചമില്ലെന്നാ പറയുന്നത്. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേ, നീ നിന്റെ ഷെയർ ചോദിക്കേ. എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും വെറുത്താലും മകളല്ലെന്ന് പറഞ്ഞാലും നീ അദ്ദേഹത്തിന്റെ മകളല്ലാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് അച്ഛന്റെ അടുത്ത് പണമില്ലെങ്കിൽ നീ നിന്റെ ഷെയർ ചോദിക്കുന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോ ശ്രുതി ആകെ പെട്ടു പോവാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ ശ്രുതി ഇങ്ങനെ പെട്ടു നിൽക്കുകയാണ്. ഇവരോടൊക്കെ ഇനി എന്ത് പറഞ്ഞു പിടിച്ചു നിൽക്കും ഈശ്വര എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് ശ്രുതി. ഈ സമയത്ത് തന്നെ ചന്ദ്രമതിയോടായിട്ട് ശ്രുതി പറയുന്നുണ്ട്, ശ്രുതിയുടെ അച്ഛന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ശരിയായി വരുമ്പോഴേക്കും ചിലപ്പോൾ 1-2 മാസമൊക്കെ പിടിക്കുമായിരിക്കും. അത്രയൊന്നും വൈകിക്കാൻ പറ്റില്ലമ്മേ. നമുക്ക് എത്രയും പെട്ടെന്ന് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് അച്ഛൻ അറിയാതെ എങ്ങനെയെങ്കിലും ഇവിടുത്തെ ആധാരം പണയപ്പെടുത്തിയേ പറ്റുള്ളൂ. അത് പറ്റില്ല സുധി, ഒരിക്കൽ തന്നെ അത് പണയപ്പെടുത്തേണ്ടി വന്നതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് അത് നടക്കില്ലെന്ന് തന്നെ തീർത്തു പറയുകയാണ് കേട്ടോ ചന്ദ്രമതി. എന്നാൽ സുധി ആരും അറിയാതെ, അമ്മയോട് പോലും പറയാതെ ആ ആധാരം എടുത്ത് പണയം വെക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ആരും കാണാതെ സുധി ആ ഒരു ആധാരവുമായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ആധാരം പണയം വെച്ച് 50 ലക്ഷം രൂപ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രവീന്ദ്രൻ ഇത് അറിയാണ്. കാര്യം അറിയുന്നതും രവീന്ദ്രൻ ആകെപ്പാടെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, എടി ചന്ദ്ര, ആരോട് ചോദിച്ചിട്ടാ നീ ആധാരം അവനെ എടുത്തു കൊടുത്തത് എന്നെല്ലാം രവീന്ദ്രൻ ചോദിക്കുമ്പോഴായിരിക്കും ചന്ദ്രമതിയും ആ കാര്യം അറിയുന്നത്. ഞങ്ങൾ എടുത്തിട്ടില്ലെന്നൊക്കെ സുധിയും ചന്ദ്രയും പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് കള്ളം പറയരുത്. ഈ സകല സ്വത്തിൻ്റെയും അവകാശം നിങ്ങളൊന്നുമല്ല, ഇവിടുത്തെ സച്ചി മാത്രമാണ് എന്നെല്ലാം രവീന്ദ്രൻ പറയുമ്പോൾ എല്ലാവരും ഞെട്ടലോട് കൂടി നിൽക്കുകയാണ്. ചന്ദ്ര, നീ എന്താ കരുതിയത്? അവനൊരിക്കലും നിന്റെ മകനല്ലായിരിക്കും. പക്ഷെ ഇവിടുത്തെ സ്വത്തിൻ്റെയും എൻ്റെ അമ്മ ഉണ്ടാക്കിയ സ്വത്തിൻ്റെയും സകല സ്വത്തിൻ്റെയും അവകാശം എൻ്റെ സച്ചി മാത്രമാണ്. ഇവിടെയുള്ള ഏതൊരു കാര്യത്തിലും ഇടപെടാൻ അവന് മാത്രമാണ് അവകാശമുള്ളത്. നിങ്ങളെല്ലാവരും ഇത്രയും കാലം അവനെ ഇവിടെ നിന്ന് പുറത്താക്കാൻ നോക്കിയല്ലോ. അവനെ ഇവിടെ ഇട്ട് ചവിട്ടി തേക്കാൻ നോക്കി. മോളെ നീ കേൾക്കണം, ഈ ചന്ദ്രയുണ്ടല്ലോ അവനെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. സ്വന്തം മകനാണെന്നുള്ള ഒരു ലാളന പോലും കൊടുത്തിട്ടില്ല. അവനെ വളർത്തി വലുതാക്കിയത് മുത്തശ്ശിയാണ്.
നീ അവനെ പ്രസവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് വരെ നീ ഒരു മകന്റെ സ്നേഹം അവന് കൊടുത്തിട്ടില്ല. ഇന്ന് തന്നെ ഞാൻ തീരുമാനിച്ചതാണ് എൻ്റെ സ്വത്തിന്റെ എല്ലാ അവകാശങ്ങളും സച്ചിക്കായിരിക്കുമെന്ന്. അവൻ തീരുമാനിക്കട്ടെ ഇത് ആർക്കൊക്കെ കൊടുക്കണമെന്നും കൊടുക്കേണ്ടെന്നും. അമ്മയും അത് തന്നെയാണ് പറയാറ്. സച്ചിയുടെ പേർക്കാണ് അമ്മയുടെ സ്വത്തെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. നീയും നിന്റെ മക്കളും ഇവിടെ മുടിപ്പിക്കുമെന്നല്ലാതെ മറ്റൊരു ഉപകാരവും നിങ്ങളെ കൊണ്ടില്ല എന്നല്ലങ്ങനെ രവീന്ദ്രൻ പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അതെന്താ അച്ഛാ സച്ചിയുടെ പേരിൽ എല്ലാ സ്വത്തുക്കളും എഴുതി വെച്ചിരിക്കുന്നത്? ഞങ്ങളൊന്നും അച്ഛൻ്റെ മക്കളല്ലേ? തേടാ, നീ ഞങ്ങളുടെ മകനാണ്. അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ ഒരു നെറുകേട് ഞങ്ങളോട് കാണിച്ചത്. നിനക്ക് എന്തിന്റെ കേടായിരുന്നു ഈ വീട്ടിലെ ആധാരം പണയപ്പെടുത്തി ബിസിനസ്സിനാണെന്നും പറഞ്ഞ് 50 ലക്ഷം രൂപ എടുത്ത് കൊണ്ടുപോയി കളയാൻ? നീ ഒന്നോർത്തോ ശ്രുതി, ഈ വീട് നഷ്ടപ്പെട്ടാൽ ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് നീ കരുതണ്ട. നീ അതൊക്കെ പെട്ടെന്ന് തന്നെ ആ ആധാരം തിരിച്ചെടുത്ത് കൊണ്ടുവന്നോ? ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് അത് തിരികെ കൊണ്ടുവരുത്തിക്കാൻ എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട് രവീന്ദ്രൻ. ഒടുവിൽ ശ്രുതി മറ്റു വഴിയില്ലാതെ ശ്രുതിയുടെ കൈയും കാലും പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും നീ നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും 50 ലക്ഷം രൂപ വാങ്ങിച്ചു തന്നേ മതിയാവോ? ആധാരം പണയപ്പെടുത്തിയതിന്റെ പേരിൽ ഈ വീടെങ്ങാനും നഷ്ടപ്പെട്ടാൽ അച്ഛൻ പിന്നെ എന്നെ വെറുതെ വിടില്ല. അത് കേട്ട ശ്രുതി അവനോടായിട്ട് പറയുന്നുണ്ട്, നിന്നോട് ആരാ പറഞ്ഞത് ശ്രുതി ഈ വീട് പണയപ്പെടുത്തി 50 ലക്ഷം രൂപ ബിസിനസ്സിനാണെന്നും പറഞ്ഞു കൊണ്ടുപോയി കളയാൻ? ശ്രുതിയുടെ അടുത്ത് ഞാനും അമ്മയും അന്നേ ചോദിച്ചതല്ലേ എവിടെ നിന്നാണ് ഇത്രയും പണം കിട്ടിയതെന്ന്. അന്ന് നിങ്ങളെന്താ പറഞ്ഞത്? ഒരു കൂട്ടുകാരൻ സഹായിച്ചെന്ന്. അന്നേ എനിക്കത് വിശ്വാസമുണ്ടായിട്ടൊന്നുമല്ല, പിന്നെ അങ്ങ് വിശ്വസിച്ചു പോയി, അത്രയേ ഉള്ളൂ. ഈ വീട് പണയപ്പെടുത്തിയെങ്കിൽ അത് നിങ്ങളുടെ മാത്രം ബാധ്യതയാണ്. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് അത് തിരിച്ചെടുക്കാനൊന്നും നിങ്ങൾ പോകുന്നില്ല. നിങ്ങൾ എവിടെയാണോ ബിസിനസ്സിനാണെന്നും പറഞ്ഞ് 50 ലക്ഷം രൂപ കൊടുത്തത് അവിടെ നിന്ന് തന്നെ അത് വാങ്ങിച്ചോളൂ. അല്ലാതെ അച്ഛനോട് തൽക്കാലം അത്രയും വലിയ തുക ചോദിക്കാൻ പറ്റില്ലെന്ന് തന്നെ പറയുകയുണ്ടോ ശ്രുതി. പിന്നീട് ശ്രുതി ആകെപ്പെട്ട അവസ്ഥയിലായിരിക്കും. എത്രയും വേഗമായി നടാഷയെ കണ്ടുപിടിക്കണം. അവൾ എനിക്ക് 50 ലക്ഷം രൂപ തരാനുണ്ടല്ലോ. അത് കരുതിക്കൊണ്ട് ശ്രുതിയുടെ കയ്യിലുള്ള 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. അങ്ങനെ 1 കോടിയോളം രൂപയാണ് ശ്രുതിയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടത്. വീടും പറമ്പും ജപ്തി ചെയ്തു പോകുമെന്ന അവസ്ഥയിലെത്തുമ്പോൾ സച്ചിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇത്രയും വലിയ തുക എങ്ങനെ ഉണ്ടാക്കും? അച്ഛൻ ഇത്രയും കാലം അധ്വാനിച്ച തുകയാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോഴാണ് രേവതി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ വീട് വാങ്ങുന്നത്. അറിയുന്ന രവീന്ദ്രൻ, മോളെ നിനക്ക് ഇവിടെ നിന്ന് ഇത്രയും വലിയ തുക? അച്ഛൻ പേടിക്കേണ്ട, ദൈവം ഏതെങ്കിലും വഴി നമ്മളെ സഹായിക്കാതിരിക്കില്ല. ഇപ്പൊ ദൈവം നേരിട്ട് തന്നതുപോലെ ഒരു ലോട്ടറിയാണ് എൻ്റെ സഹായത്തിനെത്തിയത്. എനിക്ക് ലോട്ടറി അടിച്ചു അച്ഛാ. ആ ഒരു ക്യാഷ് കൊണ്ടാണ് ഞാൻ ഈ വീട് സ്വന്തമാക്കാൻ പോകുന്നത്. അങ്ങനെയല്ല പറഞ്ഞ് രേവതിക്ക് കിട്ടിയ ക്യാഷ് കൊണ്ട് ആ വീട് തിരിച്ചെടുക്കുകയാണ്. ഇത് തിരിച്ചെടുത്തതിന് ശേഷം രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇവിടെ ഇനി ശ്രുതിക്കും ശ്രുതിക്കും സ്ഥാനമില്ല. നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ താമസമാക്കിക്കൊള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഈ വീടിനെന്നും നഷ്ടം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആർക്കും വേണ്ടാത്ത രേവതിയാണ് ഇന്ന് ഈ വീട് തിരിച്ചു പിടിച്ചത്. അവളും സച്ചിയുമാണ് ഇനി വീട്ടിൽ താമസിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് എവിടേക്കാണെന്ന് വെച്ചാൽ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് രവീന്ദ്രൻ. അത് കേൾക്കുന്ന രേവതി പറയുന്നുണ്ട്, അതൊന്നും വേണ്ടച്ചാ, എല്ലാവരും പഴയതുപോലെ ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. പഴയതുപോലെ എല്ലാവരും ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാനാണ് എൻ്റെ ആഗ്രഹം. മോളെ, ഇവരൊക്കെ ഇവിടെ ഉണ്ടായാൽ ഒരിക്കലും എൻ്റെ മോൾക്ക് പഴയതുപോലെയുള്ള സന്തോഷമൊന്നും ഉണ്ടാവില്ല. ഈ വീട് തിരിച്ചു പിടിച്ചത് നീയാണെങ്കിലും നീ ഇനിയും പഴയതുപോലെ ഈ വീട്ടിലെ വേലക്കാരിയായി കഴിയേണ്ടി വരും ഇവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ. ഇത് പറ്റില്ല മോളെ, നീയാണ് ഇനി ഈ വീടിൻ്റെ ഉടമസ്ഥ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊരു സ്ഥാനമൊന്നും എനിക്ക് വേണ്ടച്ചാ. ഈ വീട് ഇത്രയും കാലം ആരുടെ പേരിലായിരുന്നോ അങ്ങനെ തന്നെ നിലകൊള്ളട്ടെ എന്ന് പറയുകയാണ് രേവതി. സമയം രവീന്ദ്രൻ അവളുടെ കയ്യിൽ വന്ന് പിടിക്കുന്നുണ്ട്. മോളെ, നിന്നെ പോലെ വലിയ മനസ്സുള്ളവർ കുറവായിരിക്കും. ഇവിടെയുള്ള മറ്റു മരുമക്കൾക്ക് പോലും നിന്നെ പോലെ ഒരു മനസ്സുണ്ടാവില്ല. എൻ്റെ മോൾക്ക് എന്നും നല്ലത് മാത്രമേ വരൂ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേയും ശ്രീകാന്തും ഒക്കെ അവിടെ ഉണ്ടാവട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ചേച്ചിയെ പോലെ വലിയ മനസ്സുള്ളവർ കുറവായിരിക്കും. നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. ഞാനാണെങ്കിൽ പോലും സ്വാർത്ഥത കാണിച്ചിരിക്കും ഇങ്ങനെ ഒരു നിമിഷത്തിൽ. എന്നാലും രേവതി ചേച്ചി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എനിക്ക് അത്ഭുതമാണെന്നൊക്കെ പറയുകയാണ് വർഷ. മോളെ, നിന്റെ പ്രായം ചെറുതല്ലേ? ഇങ്ങനെയാണ് ഒരു കൂട്ടുകുടുംബമാവുമ്പോൾ പല കാര്യങ്ങളും അവിടെ ഉണ്ടാവും. കുടുംബം നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾ വേണം അത് വിചാരിക്കാൻ. എങ്കിൽ മാത്രമേ സന്തോഷകരമായിട്ട് ഒരു കുടുംബം മുന്നോട്ട് പോകൂ എന്നെല്ലാം വർഷയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേവതി. അങ്ങനെ റൂമിലെത്തുന്നതും രേവതിയെ എടുത്തിട്ട് വട്ടം കറക്കുന്നുണ്ട് സച്ചി. എന്നാലും നീ ഇത്രയൊക്കെ ഒപ്പിച്ചല്ലോ രേവതി. ഞാൻ ആകെ പെട്ട പോലെയായിരുന്നു. അച്ഛൻ വിയർപ്പൊക്കെ ഉണ്ടാക്കിയ ഈ വീട് നഷ്ടപ്പെടുമോ എന്നോർത്ത്. അതെനിക്ക് അറിഞ്ഞൂടെ സച്ചിയേട്ടാ. സച്ചിയേട്ടൻ്റെയും അച്ഛൻ്റെയും ഒക്കെ സ്വപ്നമായിരുന്നു ഈ വീടെന്ന്. ഈ വീട് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലെന്ന് എനിക്കും നിർബന്ധമുണ്ടായിരുന്നു. യാദൃശ്ചികമായിട്ടാണ് ആ ലോട്ടറി എടുക്കാൻ തോന്നിയതും അതെനിക്ക് തന്നെ അടിച്ചതുമെന്നൊക്കെ പറയാണ് രേവതി. അതെ, അതാണ് ദൈവത്തിന്റെ കളികൾ രേവതി. നിന്നെ ചവിട്ടി അരച്ചവരുടെ മുമ്പിൽ നീയാണല്ലോ ഇപ്പോൾ ഈ വീടിന്റെ ഉടമസ്ഥ. അതിന്റെ അഭിമാനം ഒന്ന് വേറെ തന്നെയാണെന്നൊക്കെ സച്ചി പറയുമ്പോൾ അതൊന്നും വേണ്ടായിരുന്നു സച്ചിയേട്ടാ.
എനിക്ക് അത്തരം ഉയർന്ന നേട്ടങ്ങളൊന്നും വേണ്ട. എനിക്കെന്നും സച്ചിയേട്ടൻ്റെ ഭാര്യ ആയിരുന്നാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട് രേവതി. തുടർന്ന് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, അച്ഛൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, അത് സച്ചിയേട്ടൻ കേട്ടോ? അത് കേട്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. സച്ചിയേട്ടൻ അമ്മയുടെ മകനല്ലെന്ന്. അതെ രേവതി, അമ്മ എന്നെ പ്രസവിച്ചു എന്നല്ലേ ഉള്ളൂ, എന്നെ സ്വന്തം മകനായിട്ട് കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അതായിരിക്കും സച്ചിയേട്ടാ. പിന്നെയാണ് എനിക്കത് മനസ്സിലായത്. എങ്കിലും ഞാനൊന്ന് പേടിച്ചു പോയെന്ന് പറയുന്നുണ്ട് രേവതി. പിന്നെ എൻ്റെ അമ്മ വേറെ ആരോ ആണെന്ന് നീ കരുതിയോ? ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടൊക്കെയുണ്ട് സ്നേഹമുള്ള ഒരു അമ്മയെ എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. എന്ത് ചെയ്യാനാ, നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റൂ. അമ്മയുടെ സ്നേഹം കിട്ടാനും അനുഭവിക്കാനും ഒന്നും എനിക്ക് ഭാഗ്യമില്ലാതായി പോയെന്നൊക്കെ പറഞ്ഞ് നിറക്കണ്ണുകളോട് ഇങ്ങനെ നിൽക്കുകയാണ് സച്ചിയേട്ടൻ വിഷമിക്കാതിരിക്കെ. സച്ചിയേട്ടന് ഞാനുണ്ടല്ലോ. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ഭാര്യയുടെയും എല്ലാവരുടെയും സ്നേഹം തരാൻ സച്ചിയേട്ടന് ഞാനുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സച്ചിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയിൽ ചുംബിക്കുകയാണ് രേവതി.